ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. അത് ഹോണ്ടയുടെ ഗ്രാസിയാണ് വണ്ടി. നമുക്കതിൻ്റെ ഓയിൽ തീർന്ന് പിസ്റ്റൺ പിടിച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നിലവിൽ വണ്ടി ഓട്ടത്തിൽ ഓഫായി പോയതാണ്. അപ്പോൾ ഓയിൽ ലെവൽ കുറയണ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു വണ്ടിക്ക്. അപ്പോൾ നിലവിൽ ഇപ്പോഴത്തെ സംഭവം എന്ന് വെച്ചാൽ പിസ്റ്റൺ സിലിണ്ടറിൻ്റെ ഉള്ളിൽ മൊത്തം ഉരുകി പിടിച്ചേക്കാം. ഇതുണ്ടോ, സിലിണ്ടറിനകത്തേക്ക് പിസ്റ്റൺ നല്ല രീതിയിൽ ഉരുകി പിടിച്ചേക്കാണ്. അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ ഇതാണ്. അതേപോലെ തന്നെ ക്രാങ്കിൻ്റെ കണക്ടർ ഓടുമ്പോൾ പിസ്റ്റൺ പിന്നെ ഉരുകി പിടിച്ചേക്കാം. ഒരു മൂവ്മെൻ്റ് ഇല്ല, ഫുൾ സ്റ്റക്കായിപ്പോയി. ഇപ്പോൾ നിലവിൽ നമ്മൾ ചെയ്യേണ്ടി വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ക്രാങ്ക് ഷാഫ്റ്റ് അടക്കം മാറ്റേണ്ട ഒരു സിറ്റുവേഷനാണ്. ക്രാങ്ക് ഷാഫ്റ്റ്, സിലിണ്ടർ കിറ്റ്, അതേപോലെ വാൽവും നല്ലോണം ഹീറ്റായി പോയിട്ടുണ്ട്. വാൽവ് മാറ്റിയിടണം. അതേപോലെ തന്നെ ഈ ക്യാം ഷാഫ്റ്റിൻ്റെ സൈഡിൽ വരുന്ന ബെയറിങ്ങുകൾ, ഇത്ര ഐറ്റംസ് നമ്മൾ മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് ഏകദേശം ഒരു 4000 രൂപ മുകളിൽ നമുക്ക് റേറ്റ് വരുന്നുണ്ട്. 4000-നും 5000-നും ഇടയിൽ ക്രാങ്ക് ഷാഫ്റ്റ് വരും. സിലിണ്ടറിൻ്റെയൊക്കെ ഞാനൊരു എസ്റ്റിമേറ്റ് ആക്കിയിട്ടേ ഞാൻ അതിൻ്റെ ഏകദേശം എത്ര എമൗണ്ട് വരുമെന്ന് ഒരു എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിൽ ഇടാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ. കാരണം അത് ഓയിൽ ലെവൽ കുറഞ്ഞ് ഓടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വണ്ടിക്ക് പണി വരും. ഓയിൽ ലെവൽ കുറയുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് യൂസ് ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ ആ കംപ്ലയിൻറ്റ്സ് എത്രയും പെട്ടെന്ന് പരിഹരിക്കുക എന്നുള്ളതാണ്. ഇതിപ്പോൾ നിലവിൽ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. ഓയിലിൻ്റെ കേസ് കംപ്ലയിൻറ്റ്, ലെവൽ കുറവായിട്ട് വണ്ടി ഓടുന്ന കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഫുൾ ഓടി സ്റ്റക്കായേക്കാണ്. ഇപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ്, സിലിണ്ടർ, വാൽവ് ഹീറ്റ്, ക്യാം ഷാഫ്റ്റിൻ്റെ സൈഡ് വെയറിങ് അടക്കം മാറ്റിയിട്ട് വേണം സെറ്റ് ചെയ്യാനായിട്ട്. എയർ ഫിൽറ്ററൊക്കെ നമ്മൾ അഴിച്ചു നോക്കി. എയർ ഫിൽറ്ററൊക്കെ നല്ല ഫിൽറ്ററാണ്. പക്ഷേ നമുക്ക് അതിൻ്റെ പ്ലഗും മാറേണ്ടി വരും. കാർബറേറ്ററൊക്കെ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യേണ്ടി വരും. ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നോക്കിയിട്ടോ. ബെൽറ്റ് ഇപ്പോൾ നമ്മൾ എഞ്ചിൻ അഴിക്കുമ്പോൾ ക്ലച്ച് ഭാഗം ചെക്ക് ചെയ്യണമെന്നുള്ളൂ. ബെൽറ്റൊന്നും കുഴപ്പമൊന്നുമില്ല, പുതിയ ബെൽറ്റാണ്, നല്ല ബെൽറ്റാണ്. അപ്പോൾ ഞാനതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം. ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം കേട്ടോ. ഇനി ഐറ്റം ഓർഡർ പോയിട്ടൊക്കെ വന്നിട്ട് വേണം. അതിൻ്റേതായിട്ടുള്ള താമസം ഉണ്ടാവും. അപ്പോൾ അത് കൂടി പ്രതീക്ഷിച്ചിട്ട് വേണം നമ്മൾ അതിൻ്റെ പ്ലാനിങ് ചെയ്യാനായിട്ട്. ഓക്കെ.